ചില ആവശ്യങ്ങളിൽ നടപടി വരെ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവസാനത്തെ ഒരേ ഒരു ആവശ്യം, ആ ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പെട്ടെന്ന് നിർത്തിവെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഇങ്ങനൊരു വാശി അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ജനൻ ടിവിയുടെ അവതാരണ ഇങ്ങനെ നുണ പറയാൻ പാടില്ല എന്ന ആദ്യം ഒരു ഉപദേശം തരികയാണ് അനിയനോട്. കാരണം 7 ആവശ്യങ്ങളിൽ 6 അംഗീകരിച്ച് നിങ്ങളോട് ആരാ പറഞ്ഞത്? മനുഷ്യരെ കളിപ്പിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും ഒരു കണക്കൊക്കെ വേണ്ടേ? 7ാമത്തെ അവര് പറഞ്ഞോ ജീവിതകാലം മുഴുവൻ ഈ പദ്ധതി നടപ്പാക്കരുതെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഒരു വിശദമായ പഠനം, പാരിസ്ഥിതിക ഇതിനെ പോയി കടന്നു കയറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് പണി തുടങ്ങിക്കോളാനാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ 7ാമത്തെ കാര്യം മാത്രം അംഗീകരിച്ചില്ലാന്ന് നിങ്ങളെന്തിനാ കക്ഷിയായിരുന്നേ? നിങ്ങൾ ഈ വർഗീയത കൂട്ടി നിൽക്കണോ? ജനൻ ടി വി ഒരു പേദൻ ടി വി ആണല്ലോ. വർഗീയത കൂട്ടി നിൽക്കാൻ പാടില്ല. BJPയുടെ സ്നേഹമാണ്. BJP ക്രിസ്ത്യാനിയുടെ വിരോധി അല്ലല്ലോ. ഞാൻ ക്രിസ്ത്യാനി എന്ന നിലയിലല്ല സംസാരിക്കുന്നത്, ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കേരള നിയമസഭ വളരെ നിയമസഭ എടുക്കായിട്ട് നോക്കിക്കോളൂ, വളരെ ശക്തമായി ഇത് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയ ആളൊക്കെ. അല്ലാതെ പദ്ധതിക്ക് ഞാൻ എതിരല്ല. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ പദ്ധതിക്ക് എതിരാകും ഞാനല്ല. വിവരമുള്ളവനും ബോധമുള്ളവനും മലയാള മനസ്സിനോട് സ്നേഹമുള്ളവനും ഈ പദ്ധതിക്ക് എതിരാകും. എന്താ കാര്യം? 2015 തുടങ്ങി 2019 തീരുമെന്ന് പറഞ്ഞ പദ്ധതിയാ. അദാനിയുടെ കള്ളക്കളിയും പിണറായിയുടെ ഒളിച്ചുകളെയും പിണറായിയുടെ അമേരിക്കൻ ടൂറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്. 2019 തീരുമെന്ന് പറഞ്ഞ് ഈ പദ്ധതി ഇപ്പൊ എന്നാ പറയുന്നത് 2024 തീരുന്നു. അതെന്താ അങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അതെന്താ അങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞം പദ്ധതി ജൂലൈ 20-ാം തീയതി ആദ്യം തുടങ്ങിയ സമരം, ആ സമരം തുടങ്ങിയത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. അത് പദ്ധതി പ്രദേശത്തല്ലോ. ആ പദ്ധതി പ്രദേശത്തേക്ക് സമരം എപ്പോഴാണ് നീണ്ടത്? ജൂലൈ 26 ദിവസം കഴിഞ്ഞാണ് പദ്ധതി മേഖലയിലേക്ക് സമരം നീണ്ടത്. എന്തുകൊണ്ട് കേരള സർക്കാർ ഇതിൽ ഇടപെട്ടില്ല? ഈ കാണുന്ന ഒരു മുഖ്യമന്ത്രി മന്ത്രിമാർ ചുമ്മാ വഴിനീളം നടപ്പുണ്ടല്ലോ. ഈ സമരം കലാപമാണെന്ന് പ്രസംഗിച്ചവനാരാ? ഒരു മന്ത്രി ശിവൻകുട്ടി. ആരാണ് ഈ പദ്ധതിയെ പറ്റി പദ്ധതി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വെച്ചിരിക്കുന്ന ഉപസമിതിയിലെ അംഗമാകണം. ആ വിവരം കെട്ടവനെ പിടിച്ച് ആ വിവരക്കേട് പറയോ? ഈയനം സമരം കലാപം ഉണ്ടാക്കാനാണ്. നിയമസഭയ്ക്കകത്ത് കലാപം ഉണ്ടാക്കിയ വൃത്തികെട്ടവനാണ്, തുണിയില്ലാതെ ചാടിയവനാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്നത്, മന്ത്രിയായിട്ടിരിക്കുന്നവൻ. അവൻ എന്നിട്ട് പറയാ കലാപം വന്ന്. ആരാ കലാപം ഉണ്ടാക്കുന്നേ? ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായി 2 തവണ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോ ഈ റാന്നി വരെയുള്ള ജനങ്ങളെ, പന്തളത്തും ചെങ്ങന്നൂരുള്ള ജനങ്ങളെ രക്ഷിച്ചാരാ? തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് സ്നേഹം വേണം, മനസാക്ഷി വേണം. അവർ ക്രിസ്ത്യാനിയായി പോയ അവരുടെ കുഴപ്പമാണ്. അവിടെ ക്രിസ്ത്യാനി മാത്രമല്ല മത്സ്യത്തൊഴിലാളി, മറ്റുള്ളവരുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ വളരെ വിശദമായി അവിടെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. 2019 തീരേണ്ട പദ്ധതി 2024 തീരൂ എന്ന് ഇപ്പൊ പറയും. എന്റെ ഒരു ചോദ്യം, എന്തിനാ ഇനി ഈ പദ്ധതി? കാരണം ആദ്യം ഒരു 2015 മുമ്പ് തന്നെ ഈ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ മേഖലയിലെ എല്ലാ കപ്പലുകളും ഇവിടെ വന്നിറങ്ങി വിഴിഞ്ഞത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരുമായിരുന്നു. സംഭവിച്ച എന്താ? ഇപ്പൊ വേറെ ഇന്റർനാഷണൽ പോർട്ടുകൾ ഒത്തിരിയായി. ശ്രീലങ്ക ഉൾപ്പെടെ വന്നു. ഇനി കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഒന്നും കപ്പൽ വരേണ്ട കാര്യമില്ല. ഇത് വന്നാൽ ഇനിയും ഇത് പണി തീർത്താൽ ഇതിനകത്ത് കപ്പല് നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ 10 കപ്പൽ വരികയോ അതിന്റെ പണം കിട്ടുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. വെറുതെ നശിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ പാവങ്ങൾ ഇതൊരു വിശദമായ പഠനം വേണം എന്ന് പറയുന്നത്? പാരിസ്ഥിതിക പ്രശ്നം. ഈ പദ്ധതിക്ക് വേണ്ടി അവരെ ഒരു ഭാഗം നികത്തി കഴിഞ്ഞപ്പോ സംഭവിച്ചത് എന്താ? നമ്മുടെ ശംഖുമുഖം ഭാഗത്ത് കടലെടുത്തു. ശംഖുമുഖം പോയല്ലോ. ശംഖുമുഖം ഇല്ലാതാകാൻ പോവില്ല. ഇപ്പോ ഈ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് പോയാൽ ശംഖുമുഖം കാണുകയില്ല. കോവളത്തുനിന്ന് വേറെ വഴി തപ്പേണ്ടി വരും. ഇത് ഒരു കടൽ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കാത്തവരാണോ ഇവരെ? ഇതെല്ലാം അറിയാം. ഈ പാവപ്പെട്ട മത്സ്യത്തെ ഞാൻ ചോദിക്കട്ടെ, മൂലംപള്ളി ഒരു ഉദാഹരണം. ഗവൺമെന്റ് പറഞ്ഞത് എന്താ? ഈ പദ്ധതി നടപ്പാകുമ്പോൾ നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് ഇപ്പൊ ഒരു അമ്മച്ചി പറഞ്ഞിട്ട്, അമ്മച്ചി എന്തൊരു പാവമാണ്, ശുദ്ധം സങ്കടം തോന്നി ആ അമ്മച്ചിയോട്. എല്ലാം സർക്കാർ ചെയ്യാൻ വെച്ചിരിക്കാന്ന് ഒരു സഖാവ് ആനന്ദപ്പെട്ട വന്നപ്പം പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ കേട്ടതാണ്. ഈ ആനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ നമ്മുടെ മൂലംപള്ളി എന്തായി? സർക്കാർ ഉടനെ വലത്തുമെന്ന് പറഞ്ഞാണല്ലോ എല്ലാവർക്കും. ആ പാവങ്ങൾ പട്ടിണി വെക്കാൻ വർഷങ്ങൾ 3-4 ആയി. ഒരു പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമോ? അവരെ പുനരധിവസിപ്പിക്കുന്നു പറഞ്ഞു. ചെയ്തോ?
എന്താ ചെയ്യാത്തത്? ആ ചെയ്യാത്ത സർക്കാരാണ് നമ്മുടെ വിഴിഞ്ഞത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ എല്ലാം കൂടെ ഒലത്തി ചെരുപ്പെടുത്തി തരാമെന്ന് പറയുന്നത്. ഞാനത് വിശ്വസിക്കില്ല. കാരണം ഈ ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യം ശരിയായിട്ടില്ല. ഈ ഗവൺമെന്റ് ഒരു വാക്കും പാലിച്ചിട്ടില്ല. എന്തിന് ഏത് മേഖലയിൽ ഇടപെടുകയാണ്. അങ്ങയുടെ പോയിന്റ് വളരെ കൃത്യമായി തന്നെ, ഒപ്പം വിമർശനവും ഞാൻ തീർച്ചയായും വളരെ അനുഭാവം